ക്രിസ്മസ് എക്സാമിന് ഇനിയുള്ളത് 30 ദിവസം. ക്രിസ്മസ് എക്സാമിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾ സീരിയസ് ആയിട്ട് സത്യസന്ധമായിട്ട് 3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ? 1, ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? 2, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ? 3, നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു തീർത്തിട്ടുണ്ട്? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഞാൻ പറയാൻ പോകുന്നത് ക്രിസ്മസ് എക്സാം ഇനിയും പഠിക്കാത്തവരോട്, ഇനിയും പഠിച്ചു തുടങ്ങാത്തവരോട്, കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പോകുന്നത് വലിയൊരു നഷ്ടത്തിലേക്കാണ്. ഓണം എക്സാം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ വലിയൊരു സങ്കടത്തിലേക്ക് പോയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ആൻസർ പേപ്പർ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴും ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ടെൻഷനായിട്ടുണ്ട്. ആൻസർ പേപ്പർ കിട്ടിയപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ടെൻഷനിലേക്ക് പോയി. വിചാരിച്ച രീതിയിൽ ആൻസർ ചെയ്താൻ പറ്റിയില്ല, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റ് കൂടിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെൻഷനാക്കി. അതിനുശേഷം ഞാനടക്കമുള്ള നിങ്ങളുടെ ടീച്ചേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ 2 ആയിരുന്നു. 1, ക്രിസ്മസ് എക്സാം ഇതേ ലെവലിൽ ടഫായിരിക്കും, ക്രിസ്മസ് എക്സാമിന് ഇതിലും കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, നിങ്ങൾ പഠിച്ചു തുടങ്ങണം, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറാൻ ചാൻസ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റ് കൂടിയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഈ ഒരു കാര്യം ഒരുപാട് തവണ നിങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പല തവണ ഞാൻ തന്നെ ഒരുപാട് റീലുകളിലൂടെ ഈ ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളതൊന്നും മുഖവിലേക്കെടുത്തില്ല, നിങ്ങളതൊന്നും സീരിയസ് ആയി കണ്ടില്ല. എന്നിട്ട് ഇപ്പോൾ പല കുട്ടികളും എനിക്ക് മെസ്സേജ് അയച്ച് പറയുക, സാറേ എനിക്ക് ടെൻഷനാവുന്നു, സാറേ എനിക്ക് പേടിയാവുന്നു, സാറേ എന്താ ചെയ്യുക? അപ്പോൾ അവരോട് ഞാൻ പറയും, ഇപ്പോഴും വൈകിട്ടില്ല, ഇനിയും ഉണ്ട് ക്രിസ്മസ് എക്സാമിലേക്കുള്ള സമയം. ഈ സമയം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഈ സമയം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ, ഈ സമയം കറക്റ്റായിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ റിസൾട്ട് വിൽ ബി യുവേഴ്സ്. ഈ ഒരു മാസക്കാലം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ തയ്യാറാണെങ്കിലും, ഫ്രണ്ട്സ് നിങ്ങൾ പഠിക്കുമ്പോൾ പിന്നോട്ടേക്ക് വലിക്കാം, വേറെ എന്തെങ്കിലും കാരണങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പിന്നോട്ടേക്ക് വലിക്കാം, നിങ്ങളെ പഠനത്തിൽ നിന്ന് പിൻവലിക്കുന്ന എല്ലാത്തിനെയും മാറ്റി വെച്ചുകൊണ്ട് കൂടുതൽ സമയം പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് െങ്കിൽ ഡെഫിനറ്റ്ലി ദ റിസൾട്ട് വിൽ ബി യുവേഴ്സ്. നിങ്ങൾ ഇനിയുള്ള സമയം 100% എഫേർട്ട് ഇടുന്നില്ല, നിങ്ങൾ ഇനിയും നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാം വലിയ ടഫായിരിക്കും. സോ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാവും, പണിയെടുക്കാൻ തയ്യാറാവും. അങ്ങനെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയച്ചോ. അതിനുള്ള സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. nafi.edu ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കി, ബാക്കി ഞാൻ സെറ്റാക്കാം.